എന്തോരു സ്നേഹമീത് നിൻ കൺകൾ എന്നെയും കണ്ടുവല്ലോ. എന്തോരു സ്നേഹമീത് നിൻ കൺകൾ എന്നെയും കണ്ടുവല്ലോ. പാരിൽ പാരദേശി ഞാൻ, ഭൂവിൽ എന്നും വഴിയാത്രികൻ. പാരിൽ പാരദേശി ഞാൻ, ഭൂവിൽ എന്നും വഴിയാത്രികൻ. വീടുണ്ടെനിക്കുയരെ ഉയരെ അവിടേക്ക് ഞാൻ പോകുന്നു. വീടുണ്ടെനിക്കുയരെ ഉയരെ അവിടേക്കു ഞാൻ പോകുന്നു. തുണയും നീയേ, തണലും നീയേ, ജയവും നീയേ, ബലവും നീ തന്നെ. തുണയും നീയേ, തണലും നീയേ, ബലവും നീയേ, ജയവും നീ തന്നെ. എന്തോരു സ്നേഹമീത് നിൻ കൺകൾ എന്നെയും കണ്ടുവല്ലോ. എന്തോരു സ്നേഹമീത് നിൻ കൺകൾ എന്നെയും കണ്ടുവല്ലോ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന വചനം സങ്കീർത്തനങ്ങൾ 37-3 വാക്യവും 4 വാക്യവും 5 വാക്യവും 6 വാക്യം കൂടെ ചേർത്ത്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. നമ്മുടെ ദൈവം നമ്മളെ എപ്പോഴും ബലപ്പെടുത്തുന്നവനും നമ്മളെ എപ്പോഴും ശക്തീകരിക്കുന്നവനും മാത്രമല്ല, നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ അഡ്വൈസ് ചെയ്യുകയും പോകേണ്ട വഴികൾ കാണിച്ചു തരികയും ഉപദേശങ്ങൾ തരികയും ഒക്കെ ചെയ്യുന്ന ദൈവമാണ്. അത് നിങ്ങൾ സ്വീകരിക്കണം. കാരണം നിങ്ങൾക്ക് നല്ല നാളുകൾ ദൈവം തരുന്നു. നിങ്ങൾ ആരോഗ്യത്തോടെയും കരുത്തോടെയും ഒരിടത്തും തല കുനിയാതെയും നിൽക്കണമെന്ന് നിങ്ങളെക്കാട്ടിലും ആവശ്യം ദൈവത്തിനാണ്. അപ്പം അതുകൊണ്ട് പറയുകയാണ്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. അപ്പോൾ ഈ ദൈവത്തെ തന്നെ ആശ്രയിക്കുകയെന്നും ദേശത്ത് പാർക്കുകയെന്നും ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന് മുമ്പും താഴെയും പറയുന്നൊരു കാര്യമുണ്ട്. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്, നീതി കെട്ടവരെ നിമിത്തം നീ അസൂയപ്പെടുകയും ചെയ്യരുത്. നമ്മൾ മുഷിഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് നമ്മുടെ മുമ്പിലുണ്ടാകും. പലപ്പോഴും ദൈവഭയമില്ലാത്ത, ദൈവത്തെ മനുഷ്യനെയും ഭയമില്ലാത്ത മനുഷ്യരുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പലതും കണ്ട് മടുക്കും, ക്ഷീണിക്കും, മുഷിയും. പക്ഷെ ദൈവം പറയാ, മുഷിയരുത്.
അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ വേറൊരു വാക്യം പറയുന്നു, യഹോവയുടെ മുൻപാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശ വയ്ക്കും. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവരെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുന്നു. ചുറ്റുപാടുകളും ഒക്കെ കണ്ട് മുഷിയാൻ സാധ്യതയുണ്ട്. ഈ ദുഷ്ടൻ മനുഷ്യർ, ദൈവഭയമില്ലാത്ത ആളുകൾ, അവരുടെ നടുവിലൊക്കെ നമ്മൾ തുടരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഡിസ്റ്റർബ് ആകാറുണ്ട്. പക്ഷെ ദൈവം പറയാണ്, മുഷിയരുത്. ആമേൻ. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോവും, അത്രേ ഉള്ളൂ. പക്ഷെ നീ ദേശത്ത് പാർക്കും. സ്തോത്രം. ആരെയൊക്കെയോ കണ്ട് ഞെരുങ്ങി തളർന്ന് ഇരിക്കുന്ന ഹൃദയമേ, നീ ബലപ്പെട, കർത്താവിനെ ആശ്രയിക്കുക, നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിക്കുക. കർത്താവിൽ രസിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സത്യം പറയുക, പ്രസൻസ് വെളിപ്പെട്ടാൽ എന്തുവല്ലേ, ഒരു നല്ല ദൈവവചനം വെളിപ്പെട്ടാൽ എന്തൊരു ആനന്ദമല്ലേ. നിങ്ങൾ ഇന്നും ഈ ഓടി വന്നിരിക്കുന്ന വചനത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ. ആമേൻ. ഭക്തന്മാർ പറയുന്ന എൻ്റെ അർദ്ധരാത്രിയിലെ പാട്ടാ നിന്റെ വചനം, എൻ്റെ ധ്യാനമാ, എൻ്റെ കീർത്തനമാ. സന്തോഷിക്കാൻ ഉള്ളതാണ് തിരുവചനം. അപ്പോൾ കർത്താവിനങ്ങ് രസിക്കുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽക്കുക, അവൻ തന്നെ ആശ്രയിക്കുക, അവനത് നിവർത്തിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. മതിയില്ലേ? ദൈവം നമ്മോട് പറയുന്ന വാക്കുകൾ എത്ര മനോഹരമല്ലേ. തകരും. ദുഷ്ടന്മാരുള്ളത് കൊണ്ടും നീതി കെട്ടവരുള്ളതുകൊണ്ടും നീ തകരുമെന്നൊന്നുമല്ല പറയുന്നത്, നീ സൂര്യനെ പോലെ ശോഭിക്കുന്നവർ. ഞാൻ ഇന്ന് നിന്നോട് പറയുന്നു, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന സമയത്തേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. സൂര്യനെ പോലെ നിങ്ങൾ ചലിക്കുന്ന സമയത്തേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. അതിനായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുക്കുക, നിങ്ങളെ തന്നെ നിങ്ങൾ ശക്തീകരിക്കുക. കർത്താവ് അതിനായിട്ട് നിങ്ങളെ ഒരുക്കട്ടെ. വലിയ ദൈവപ്രവർത്തിക്കായി, വലിയ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വചനം മറക്കരുത്, മുഷിയരുത്, മടുക്കരുത്. ദൈവത്തിൽ രസിക്കുക. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശം നൽകിയ അങ്ങയുടെ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യും. മടുത്തു പോകാതെ, മുഷിഞ്ഞു പോകാതെ, കർത്താവെ അങ്ങയിൽ തന്നെ രസിച്ചുകൊണ്ട്, അങ്ങയിൽ ആനന്ദിച്ചുകൊണ്ട്, അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതം തുടങ്ങുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഒരു ഉദയശോഭ പോലെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. കർത്താവെ, മധ്യാഹ്നത്തിലെ നട്ടുച്ചയിലെ വെയിലിൻ്റെ ശോഭ പോലെ കർത്താവെ അങ്ങ് അവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസണായിട്ട് കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും നന്മയായി തീരും. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൂടെ ഉണ്ടായിരിക്കും. കർത്താവിനെ അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, ദൈവത്തിൽ രസിക്കുക. അപ്പോൾ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ശുഭവും ശുഭതയുമുള്ള ഒരു ദിവസമായി മാറട്ടെ. അവരുടെ കണ്ണുകൾ തിളങ്ങട്ടെ, ദൈവകൃപയിൽ ആനന്ദിക്കട്ടെ. ഉയർത്തി പ്രാർത്ഥിക്കുന്നു, മാനിച്ചു പ്രാർത്ഥിക്കുന്നു, കൃപയിൽ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സന്തോഷത്തോടെ ഇന്ന് ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾക്കായി നിങ്ങൾ ആരോഗ്യത്തോടെ പോവുക. കർത്താവ് കൂടെയുണ്ട്. പ്രത്യേകിച്ച് ഡിവൈൻ ഹെൽത്ത് ദൈവം നിങ്ങൾക്ക് തരും. അവയവങ്ങളൊക്കെ ആരോഗ്യപൂർണ്ണമായിരിക്കും. സ്തോത്രം. ഒരു ഉന്മേഷം ദൈവം നിങ്ങൾക്ക് തരുന്നു. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. ഷലോം.